ഗൾഫ് രാജ്യങ്ങളിൽ ആക്രമണം തുടരുകയാണ് ഇറാൻ ആക്രമണത്തിൽ UAE-യിൽ ബംഗ്ലാദേശ് സ്വദേശി കൊല്ലപ്പെട്ടു. ഫുജൈറയിൽ ഡ്രോൺ അവശിഷ്ടങ്ങൾ പതിച്ചാണ് മരണം സംഭവിച്ചത്. ഉമ്മുൽ ഖുവൈനിൽ ഉണ്ടായ ആക്രമണത്തിൽ ഇന്ത്യക്കാരന് പരിക്കേറ്റു. കുവൈറ്റ് വിമാനത്താവളത്തിലെ എണ്ണ ടാങ്കറുകൾക്ക് നേരെയും ഇറാന്റെ ആക്രമണമുണ്ടായി. ഫുജൈറയിലെ അൽ റുഫയിൽ സ്വകാര്യ ഫാമിൽ ഡ്രോൺ അവശിഷ്ടങ്ങൾ പതിച്ചാണ് ബംഗ്ലാദേശ് സ്വദേശി കൊല്ലപ്പെട്ടത്. ഇതോടെ UAE-യിൽ ആകെ മരിച്ചവരുടെ എണ്ണം 12ആയി. ഉമ്മൽ ഖുവൈനിലെ വ്യവസായ മേഖലയിൽ ഡ്രോൺ അവശിഷ്ടങ്ങൾ പതിച്ച് ഒരു ഇന്ത്യക്കാരന് പരിക്കേറ്റു. ആകെ 189 പേർക്കാണ് UAE-യിൽ ഇതുവരെ പരിക്കേറ്റിരിക്കുന്നത്. രാവിലെ കുവൈറ്റ് വിമാനത്താവളത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ എണ്ണ ടാങ്കറുകൾക്ക് തീപിടിച്ചു. തീ നിയന്ത്രണ വിധേയമാണെന്ന് ജനറൽ അതോറിറ്റി ഓഫ് സിവിൽ ഏവിയേഷൻ വ്യക്തമാക്കി. ബഹ്റൈനിൽ രാവിലെ 3 തവണ ആക്രമണമുണ്ടായി. ഒരു കമ്പനി കെട്ടിടത്തിന് തീപിടിച്ചതായും ആളപായമില്ലെന്നും അധികൃതർ വ്യക്തമാക്കി. സൗദിക്ക് നേരെയുണ്ടായ ഡ്രോൺ ആക്രമണം ചെറുക്കാനായെന്ന് പ്രതിരോധ സേന അറിയിച്ചു. UAE-യിൽ വർദ്ധിപ്പിച്ച എണ്ണവില നിലവിൽ വന്നു. റെസിഡൻസ് വിസ കാലാവധി കഴിഞ്ഞവർക്ക് പുതിയ എൻട്രി പെർമിറ്റില്ലാതെ തിരികെ എത്താൻ നൽകിയിരുന്ന ഇളവും അവസാനിച്ചിട്ടുണ്ട്. 24 ദുബായ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.